ഹായ് എവരി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഐ+ൻ്റെ ജൂനിയർ ലാബ് അസിസ്റ്റൻറ്റ് കോഴ്സിൻ്റെ ഫസ്റ്റ് മൊഡ്യൂൾ 1 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ ചെയ്യുന്നത് കോമൺ ആയിട്ട് വരുന്ന ലബോറട്ടറി വാർണിംഗ് സിംബൽസ് ആണ്. അപ്പോൾ നമുക്കിവിടെ കുറച്ച് സിംബൽസ് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ സിംബൽ എന്ന് പറയുമ്പോൾ ഹാംഫുള്ളിൻ്റെ ആണ്. Okay, then explosive, then corrosive, dangerous for the environment, flammable, toxic, oxidizing, radioactive, biohazard, poison, oxidizing, general danger, explosive, flammable, electrical hazard. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ കോമൺ ആയിട്ട് വരുന്ന ലബോറട്ടറി വാർണിംഗ് സിംബൽസ്. അപ്പോൾ ഇത് ഏകദേശം നമ്മളൊന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക, എങ്ങനെയൊക്കെയാണ് സിംബൽസ് വരുന്നത് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ജനറലായിട്ട് വരുന്ന വാർണിംഗ് സിംബൽസ്. ഇനി നമ്മൾ ഓരോന്നും ഇനി പറയാൻ പോവുകയാണ്. അത് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന കീ പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഫ്ലെയിമബിൾ എന്ന് പറയുന്ന സിംബൽ ഡിനോട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു ഫ്ലെയിം എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമ്മൾ ആ ഒരു ഹീറ്റിൽ നിന്നോ അല്ലെങ്കിൽ ഫ്ലെയിമിൽ നിന്നോ കീപ്പ് അവേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വാൺ ചെയ്യുന്ന സിംബലാണ് ഫ്ലെയിമബിളിൻ്റെ സിംബൽ. രണ്ടാമത്തേന്ന് പറയുമ്പോൾ ടോക്സിക്, നമുക്ക് എന്തെങ്കിലും പോയിസണസോ ഇഞ്ചുറിന്നോ അല്ലെങ്കിൽ ഡെത്തിന്നോ ഒക്കെ നമ്മൾ കീപ്പ് അവേ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഹസാർഡ് സിംബലാണ് ടോക്സിക്കിൻ്റെ. ഓക്കെ, ദെൻ ബയോഹസാർഡിൻ്റെ സിംബൽ ഡിനോട്ട് ചെയ്യുന്നത് ഇപ്പോൾ നമുക്കൊരു നീഡിൽ ഇഞ്ചുറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, ഓക്കെ, ആ ഒരു ബയോമെറ്റീരിയൽസിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസോ ഡിസീസോ പ്രിവെൻറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അവെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു സിംബലാണ് ബയോഹസാർഡിൻ്റെ സിംബൽ. ദെൻ കൊറോസീവ് എന്ന് പറയുമ്പോൾ നമ്മളുടെ സ്കിന്നിലോ അല്ലെങ്കിൽ ഐയിലോ എന്തെങ്കിലും ബേൺസ് കാര്യങ്ങളൊക്കെ, ഓക്കെ, അതിൽ നിന്ന് ഒന്ന് പ്രിവെൻറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഒരു അവെയർ കൊടുക്കുന്ന ഒരു സിംബലാണ് കൊറോസീവ് എന്ന് പറയുന്നത്. ദെൻ റേഡിയോ ആക്റ്റീവ് ഹസാർഡ് സിംബൽസ് മെയിൻലി നമുക്ക് വരുന്നത് നമ്മളുടെ എക്സ്റേ ഡിപ്പാർട്ട്മെൻറ്റ്, റേഡിയേഷൻ ആയിട്ട് വരുന്ന ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന സിംബലാണ്, വാർണിംഗ് സിംബലാണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ ആ ഒരു റേഡിയേഷനിൽ നിന്ന് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ റേഡിയേഷൻ എന്തെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ നമ്മളുടെ സെൽസും ടിഷ്യൂസും ഒക്കെ ഡാമേജ് ആയി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ എക്സ്പ്ലോസീവ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഹീറ്റ്, ചില റിയേജൻസ് ഒക്കെ ആണെങ്കിൽ ഹീറ്റ് വരുമ്പോൾ എക്സ്പ്ലോർ ആയി പോകാനായിട്ട് ചാൻസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാർണിംഗ് ആയിട്ട് കൊടുക്കുന്നതാണ് എക്സ്പ്ലോസീവ്. ദെൻ ഓക്സിഡൈസിങ്ങിൻ്റെ സിംബൽ ഡിനോട്ട് ചെയ്യുന്ന ഫയറിൻ്റെ ഇൻറ്റൻസിഫൈനെ ആയിരിക്കും അത് ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ ഇറിറ്റൻ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നോ ഐയോ എന്തെങ്കിലുമൊക്കെ ഇറിറ്റേഷൻ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതിൻ്റെ ഒരു അവെയറിന് വേണ്ടിയിട്ടാണ് ഇറിറ്റൻ്റായിട്ട് എക്സ്പ്ലനേഷൻ ആ ഒരു സിംബലായിരിക്കും ഇതിന് കൊടുക്കുന്നത്. ദെൻ ഹെൽത്ത് ഹസാർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സീരിയസ് ആയിട്ട് ഒരു ഇഞ്ചുറി എന്തെങ്കിലും വരുവാണെങ്കിൽ നമ്മളുടെ ലോങ് ടേം ഹെൽത്തിനെ അത് അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതൊക്കെ ഒന്ന് അവെയർ ആവാൻ വേണ്ടിയിട്ടുള്ളതാണ് ഹെൽത്ത് ഹസാർഡ്. ദെൻ കംപ്രസ്ഡ് ഗ്യാസ്, ഇപ്പം അണ്ടർ പ്രഷറൊക്കെ വരുമ്പോൾ നമ്മളുടെ സിലിണ്ടറൊക്കെ ബേൺഡ് ആയി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അവെയർ ആവാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു വാർണിംഗ് സിംബലാണ് കംപ്രസ്ഡ് ഗ്യാസിൻ്റെ. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഈസി ആയിട്ടൊന്ന് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഫ്ലെയിം ഡിനോട്ട് ചെയ്യുന്നത് ഫയറാണ്. ദെൻ സ്കള്ളിൻ്റെ ആ ഒരു ഹസാർഡ് സിംബൽ വരുന്നത് നമ്മൾ പെട്ടെന്ന് ഓർത്തിരിക്കേണ്ടത് പോയിസണിൻ്റെ ആ ഒരു ഇതാണ്. ദെൻ ബയോഹസാർഡ് എന്ന് പറയുമ്പോൾ ഇൻഫെക്ഷൻ ബേസ് ചെയ്തിട്ടാണ് സിംബൽ ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ കൊറോസീവിൻ്റെ സിംബൽ ഡിനോട്ട് ചെയ്യുന്ന ബേൺസ്, നമുക്ക് എക്സസ് ബേൺസ് എന്തെങ്കിലുമൊക്കെ വരുന്നത് അതൊന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ റേഡിയേഷൻ റേഡിയോ ആക്റ്റീവായിട്ട് വരുന്ന മീൻസ് റേഡിയേഷൻസ്, എക്സ്റേ റേഡിയേഷൻസ് അങ്ങനെയൊക്കെ വരാനായിട്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. ദെൻ എക്സ്പ്ലോഡിങ് ബോംബ് എക്സ്പ്ലോഡിങ്ങിൻ്റെ സിംബൽ ഡിനോട്ട് ചെയ്യുന്നത് എക്സ്പ്ലോഷനാണ്. ദെൻ ഫ്ലെയിം ഓവർ സർക്കിൾ, ഇപ്പോൾ ഫ്ലെയിമിൻ്റെ ഇതിൽ ഒരു സർക്കിൾ പോലെ കൊടുക്കുന്നത് അത് ഓക്സിഡൈസറിൻ്റെ ആ ഒരു മെമ്മറൈസേഷനാണ് കൊടുക്കുന്നത്. ദെൻ എക്സ്ക്ലമേഷൻ എന്ന് പറയുമ്പോൾ ഇറിറ്റൻറ്റ്, നമുക്ക് ആ ഒരു സ്കിന്നോ ഇതൊന്നും ഇറിറ്റൻ്റ് ആവാതെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈസി വേയിൽ നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയാം. ഫ്ലെയിം എന്ന് പറയുമ്പോൾ ഫയർ, സ്കള്ള് പോയിസൺ,
ബയോഹസാർഡ് ഇൻഫെക്ഷൻ, കൊറോസീവ് ബേൺസ്, റേഡിയേഷൻ, റേഡിയോ ആക്റ്റീവ്, ദെൻ എക്സ്പ്ലോഡിംഗ് ബോംബ്, എക്സ്പ്ലോഷൻ, ഫ്ലെയിം ഓവർ സർക്കിൾ, ഓക്സിഡൈസർ, ദെൻ എക്സ്ക്ലമേഷൻ, ഇറിറ്റൻ്റ്. ഓക്കെ, അപ്പോൾ ഇത്ര ഒന്ന് ജസ്റ്റ് മെമ്മറൈസ് ചെയ്യുമ്പോൾ ഈ ഒരു MCQs നിങ്ങൾക്ക് ട്രൈ ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ വിച്ച് സിമ്പിൾ റെപ്രസെൻറ്റ് എ ഫ്ലെയിമബിൾ സബ്സ്റ്റൻസ്. അപ്പോൾ ഏത് സിമ്പിളാണ് ഒരു ഫ്ലെയിമബിൾ സബ്സ്റ്റൻസിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? അപ്പോൾ നമുക്ക് 4 ഓപ്ഷൻസ് ആയിട്ടാണുള്ളത്. സ്കൾ ആൻഡ് ക്രോസ് ബോൺസ്, കൊറോസീവ്, ഫ്ലെയിം, ബയോഹസാർഡ്. അപ്പോൾ നമുക്ക് 4 ഓപ്ഷൻസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സ്കള്, കൊറോസീവ്, ഫ്ലെയിം, ബയോഹസാർഡ്. അപ്പോൾ ഫ്ലെയിമബിൾ സബ്സ്റ്റൻസിനെ ഡിനോട്ട് ചെയ്യുന്നത് ഏത് സിമ്പിളാണ്, ഏത് വാർണിംഗ് സിമ്പിളാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഫ്ലെയിമബിൾ സബ്സ്റ്റൻറ്റിൻ്റെ സിമ്പിൾ എന്ന് പറയുമ്പോൾ ഫ്ലെയിം ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പം ഫ്ലെയിമബിൾ സബ്സ്റ്റൻറ്റിൻ്റെ ആ ഒരു വാർണിംഗ് സിമ്പിൾ എന്ന് പറയുന്നത് ഫ്ലെയിം ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഫ്ലെയിമബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഫസ്റ്റ് ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്തായിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ക്യാച്ച് ഫയർ ഈസിലി. ഇപ്പോൾ എക്സാമ്പിളായിട്ട് എത്തനോൾ, മെത്തനോൾ, അസറ്റോൺ എന്ന് പറയുന്ന കെമിക്കൽസ് നമ്മൾക്ക് എന്തുണ്ടാക്കാൻ ചാൻസ് ഉണ്ട്? ഫ്ലെയിമബിൾ ആണ്. നമ്മൾ അത് നല്ല രീതിയിൽ നമ്മൾ യൂസ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ, കെയർ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്കത് ഫ്ലെയിമബിൾ ആയിട്ട് നമുക്ക് ഇറിറ്റൻസ് ഉണ്ടാവും. ചിലപ്പോൾ നമുക്ക് ഹീറ്റ് ഉണ്ടാവും, ചിലപ്പോൾ അതിൽ നിന്ന് ആ ഒരു കെമിക്കൽസ് നമ്മളുടെ ബോഡിയിലേക്ക് വീഴുമ്പോൾ സ്പാർക്ക് ഉണ്ടാവാൻ പറ്റും. ചിലപ്പം നമ്മളുടെ ബോഡി ബേൺ ആവാനായിട്ടൊക്കെ ചാൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇതിൽ കീ പോയിന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് ഫ്ലെയിമിൻ്റെ ഇത് വരുമ്പോൾ ഫ്ലെയിമബിൾ ആണ് നമുക്ക് വാർണിംഗ് സിമ്പിളായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നും കൂടി പറയാം. വിച്ച് സിമ്പിൾ റെപ്രസെൻറ്റ് എ ഫ്ലെയിമബിൾ സബ്സ്റ്റൻസ്? അപ്പോൾ നമുക്ക് ഓപ്ഷനായിട്ട് സ്കൾ ആൻഡ് ക്രോസ് ബോൺസ്, കൊറോസീവ്, ഫ്ലെയിം, ദെൻ ബയോഹസാർഡ്. അപ്പോൾ ഫ്ലെയിമബിൾ സബ്സ്റ്റൻറ്റിന് നമുക്ക് സിമ്പിൾ എന്തായിരിക്കും വരുന്നത്? ഫ്ലെയിം ആയിരിക്കും വരുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ദ സ്കൾ ആൻഡ് ദി ക്രോസ് ബോൺ സിമ്പിൾ ഇൻഡിക്കേറ്റ്സ്. സ്കളും ക്രോസ് ബോണും വരുന്ന ആ ഒരു സിമ്പിൾ എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അപ്പോൾ നമുക്ക് ആ ഒരു 4 ഓപ്ഷൻസ് ആയിട്ട് വരുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ഇറിറ്റൻറ്റ്, രണ്ടാമത്തേത് അക്യൂടോക്സിറ്റി ഓർ പോയിസൺ, 3 ഫ്ലെയിമബിൾ, ഓക്സിഡൈസിങ് സബ്സ്റ്റൻറ്റ്. അപ്പോൾ 4 ഓപ്ഷൻസ് ആണ് വരുന്നത്. അപ്പോൾ സ്കൾ ആൻഡ് ക്രോസ് ബോൺ എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന്? അപ്പോൾ സ്കൾ ആൻഡ് ക്രോസ് ബോൺസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അക്യൂടോക്സിസിറ്റി ആൻഡ് പോയിസൺ. അപ്പോൾ സ്കളും ക്രോസ് ബോണും പോയിസണും പിന്നെ അതേപോലെ തന്നെ ടോക്സിസിറ്റി, നമുക്ക് ടോക്സിൻ ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു വാർണിംഗ് സിമ്പിളായിട്ട് കൊടുക്കുന്ന ആ ഒരു സിമ്പിൾ ഡിനോട്ട്സ് ആണ് എന്ത്? സ്കളും ക്രോസ് ബോണിൻ്റെ പിക്ചറൈസേഷൻ വരുന്നത്. ഓക്കെ, അപ്പം എന്താണ് സ്കൾ ആൻഡ് ക്രോസ് ബോണിൻ്റെ ആ ഒരു ഇത്? അക്യൂട്ട് ടോക്സിസിറ്റി ആണ്. നമുക്ക് സീരിയസ് പോയിസണസ് കാര്യങ്ങൾ നമ്മുടെ ബോഡിയിലേക്ക് കയറുമ്പോൾ നമുക്കത് ഡെത്തിലേക്ക് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നമുക്ക് ആ ഒരു എന്താണ് സ്കിന്നിലേക്ക് അത് ഇഞ്ചേർഡ് ആവാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നമ്മൾ പോയിസണസ് ആയിട്ടുള്ള കെമിക്കൽസ് മൗത്ത് പിപ്പറ്റിങ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇൻഹെയിൽ ചെയ്യുകയോ അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് ഹെൽത്ത് റിലേറ്റ് ചെയ്ത് നമുക്ക് പ്രോബ്ലംസ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമ്മളെ ബോഡീനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യിക്കാൻ വേണ്ടി പറ്റും, എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ, നമ്മൾ പ്രോപ്പറായിട്ട് പേഴ്സണൽ കെയർ എടുക്കുക, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യുക. ഇപ്പോൾ മൗത്ത് പിപ്പറ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ലാബിൽ അത് പരമാവധി അവോയ്ഡ് ചെയ്യാൻ നോക്കുക. പിന്നെ അതേപോലെ തന്നെ ലാബ് കോട്ട്സ് വെയർ ചെയ്യുക, PP കിറ്റ് യൂസ് ചെയ്യുക, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് കിറ്റ്സ് യൂസ് ചെയ്യുക. പിന്നെ എല്ലാ കെമിക്കൽസും നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ സേഫായിട്ട് ഹാൻഡിൽ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ വിച്ച് സിമ്പിൾ ഇൻഡിക്കേറ്റ്സ് എ ബയോളജിക്കൽ ഹസാർഡ്? ഇതിൽ ഏത് സിമ്പിളാണ് ഒരു ബയോളജിക്കൽ ഹസാർഡിനെ ഡിനോട്ട് ചെയ്യുന്നത്? ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ എക്സ്പ്ലോസീവ്, കൊറോസീവ്, ബയോഹസാർഡ്, റേഡിയേഷൻ. അപ്പോൾ ബയോളജിക്കൽ ഹസാർഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ കാണുമ്പോൾ തന്നെ അറിയാം ഇതിലെന്താണ്? ബയോഹസാർഡ് ആണ് വരുന്നത്. ഓക്കെ, ഇനി എന്താണ് ബയോഹസാർഡ്? എങ്ങനെയാണ് നമുക്ക് ആ ഒരു ഹസാർഡ് ആ ഒരു വാർണിംഗ് നമുക്ക് തരുന്നത്? ഓക്കെ, ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഡിസീസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ബയോഹസാർഡിൽ.
നമ്മൾ പ്രോപ്പറായിട്ട് നമ്മളുടെ ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സ്, സ്പെസിമെൻസ് അതൊക്കെ പ്രോപ്പറായിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് എന്തുണ്ടാവാൻ ചാൻസ് ഉണ്ട്? നമുക്ക് ബയോളജിക്കൽ മെറ്റീരിയൽസ് വഴി ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ഡിസീസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ കൊറോസീവ് ഹസാർഡ് സിംബൽ. കൊറോസീവ് ഹസാർഡ് സിംബൽ എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് ക്യാച്ച് ഫയർ ഈസിലി, ദെൻ കോസ് റേഡിയേഷൻ, ബേൺ സ്കിൻ ആൻഡ് കൊറോഡ് മെറ്റൽസ്, കോസ് ബയോളജിക്കൽ കണ്ടാമിനേഷൻ. അപ്പോൾ ഈ 4 ഓപ്ഷൻസ് ആണ് നമുക്ക് കൊറോസീവ് ഹസാർഡിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ കൊറോസീവ് ഹസാർഡിൽ നമുക്ക് ഉണ്ടാവുന്ന നമ്മളുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ആ ഒരു ചേഞ്ച് എന്ന് പറയുമ്പോൾ ബേൺസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സ്കിന്നിലേക്ക് കൊറോസീവ് ആയിട്ടുള്ള കെമിക്കൽസ് കാര്യങ്ങളൊക്കെ വീഴുവാണെങ്കിൽ നമുക്ക് സ്കിൻ ബേൺസ് ഉണ്ടാവാനായിട്ടൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ ബേൺസ്, സ്കിൻ ആൻഡ് കൊറോയിഡ് മെറ്റൽസ്. ഇനി എന്താണ് കൊറോസീവ് സബ്സ്റ്റൻസ്? കൊറോസീവ് സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കെമിക്കൽസ് കാരണം നമ്മളുടെ ബോഡിയിലേക്ക് എന്തുണ്ടാവാൻ ചാൻസ് ഉണ്ട്? ബേൺസ്. ഇപ്പോൾ സ്കിന്നിലൊക്കെ കെമിക്കൽസ് വന്ന് വീഴുമ്പോൾ ഡാമേജ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമ്മളെ ടിഷ്യൂ ഒക്കെ ഡാമേജ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ എന്താണ് കൊറോസീവ് കെമിക്കൽസ് നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ പരമാവധി നമ്മൾ ഐ ഗോഗിൾസ് യൂസ് ചെയ്യണം. ഐ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഐ ഗോഗിൾസ് യൂസ് ചെയ്യണം. അപ്പോൾ തെറിച്ച് വീഴാനായിട്ടൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളെ ലാബിൽ സ്ട്രോങ് ആസിഡ്സും ആൽക്കലീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് സ്ട്രോങ് ആസിഡ്സിനെന്ന് പറയുമ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്, സോഡിയം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ സ്കിന്നിലേക്കോ അല്ലെങ്കിൽ അത് സ്പ്ലാഷ് ചെയ്ത് നമ്മളുടെ കണ്ണിലേക്കോ വല്ലതും വീഴുകയൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തുണ്ടാവാൻ ചാൻസ് ഉണ്ട്? ബേൺസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഡാമേജ്, നമ്മളുടെ സ്കിന്നിനും ഐക്കും ഡാമേജ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ വിച്ച് സിംബൽ ഈസ് യൂസ്ഡ് ഫോർ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ്? റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസിന് യൂസ് ചെയ്യുന്ന സിംബൽ ഏതാണ്? ഓക്കെ, അതിൽ നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് വരുന്നത് ഫ്ലെയിം, റേഡിയേഷൻ, ട്രൈഫോയിൽ, സ്കൾ ആൻഡ് ക്രോസ് ബോൺ, എക്സ്ക്ലമേഷൻ മാർക്ക്. അപ്പോൾ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സിംബൽ എന്ന് പറയുമ്പോൾ റേഡിയേഷൻ, ട്രൈഫോയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു റേഡിയോ ആക്റ്റീവ് ഹസാർഡിൻ്റെ എന്ന് പറയുമ്പോൾ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആ ഒരു ഹസാർഡ് സിംബൽ അവിടെ നമ്മൾ ആ ഒരു ലാബിലേക്കോ അവിടെയൊക്കെ നമ്മൾ വെച്ചിരിക്കുന്നതിൻ്റെ ആ ഒരു ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പ്രസൻസ് എന്ന് പറയുന്നത് അയണൈസിങ് റേഡിയേഷൻ അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ്. അപ്പോൾ ഈ ഒരു റേഡിയേഷൻ നമ്മളുടെ സ്കിന്നിലേക്കോ ടിഷ്യൂലേക്കോ വന്ന് ആ ഒരു റേഡിയേഷൻ അടിക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാവാൻ ചാൻസ് ഉണ്ട്? ടിഷ്യൂ സെൽസ് ഒക്കെ ഡാമേജ് ആയിട്ട് നമുക്ക് ചാൻസ് വരും. അതേപോലെ തന്നെ നമ്മൾ ആ ഒരു റേഡിയേഷൻ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ നിൽക്കുമ്പോൾ സേഫ്റ്റി പ്രിക്കോഷൻസ് കാര്യങ്ങളൊക്കെ എടുക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയായിരുന്നു നമ്മളുടെ ആ ഒരു ഹസാർഡ്സിൻ്റെ MCQs. അപ്പോൾ നമ്മൾ ഇതിൽ മെയിനായിട്ട് നോട്ട് ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ചൊന്ന് ഈസി വേയിൽ നമുക്ക് ആ ഒരു ട്രിക്ക് ആ ഒരു ഈസി വേയിൽ നമുക്ക് പെട്ടെന്നൊന്ന് ബൈഹാർട്ട് ചെയ്ത് വെക്കാൻ പറ്റുന്നത് ഫ്ലെയിം ഇൻഡിക്കേറ്റ്സ് ചെയ്യുന്നത് ഫയർ. ദെൻ സ്കൾ എന്ന് പറയുമ്പോൾ പോയിസണസിനായിരിക്കും. ദെൻ ബയോഹസാർഡ് എന്ന് പറയുമ്പോൾ ഇൻഫെക്ഷൻ, കൊറോസീവ് എന്ന് പറയുമ്പോൾ ബേൺസ്, ദെൻ റേഡിയേഷൻ, റേഡിയോ ആക്റ്റീവ്, എക്സ്പ്ലോഡിംഗ് ബോംബ്, എക്സ്പ്ലോഷൻ, ഫ്ലെയിം ഓവർ ദി സർക്കിൾ, ഓക്സിഡൈസ്, എക്സ്ക്ലമേഷൻ, ഇറിറ്റൻ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഒന്ന് നമ്മൾ ആ ഒരു ട്രിക്കി വേയിൽ നമ്മൾ ഓർത്തിരിക്കുവാണെങ്കിൽ ഈ ഒരു MCQs വളരെ സിമ്പിളായിട്ട് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുമ്പോൾ ഗ്ലാസ് വെയർ ക്ലീനിങ് ഏജൻറ്റ്സ്. എങ്ങനെയാണ് നമ്മളുടെ ലാബിലുള്ള ഗ്ലാസ് വെയർസ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത്? ഓക്കെ, അപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ റുട്ടീനായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഡിറ്റർജൻസ് ആണ്. നമ്മൾ കോമൺ ആയിട്ട് നമ്മളുടെ ഏത് ലാബിലാണെങ്കിലും നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഡിറ്റർജൻസ് ആണ്. ദെൻ രണ്ടാമത്തേന്ന് പറയുമ്പോൾ ക്രോമിക് ആസിഡ് മെയിൻലി നമ്മൾ ഗ്രീസും ഓർഗാനിക് മെറ്റീരിയൽ ഇപ്പോൾ ഗ്ലാസ് വെയേഴ്സിൽ നമുക്ക് സാധാരണ ഡിറ്റർജൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റാത്ത ആ ഒരു മെറ്റീരിയൽസ് എന്ന് വെച്ചാൽ ഗ്രീസ് അല്ലെങ്കിൽ ഓർഗാനിക് മാറ്റേഴ്സിനെയൊക്കെ നമ്മൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ക്രോമിക് ആസിഡ് സൊല്യൂഷൻ. ദെൻ നൈട്രിക് ആസിഡ്, അടുത്തത് നൈട്രിക് ആസിഡ് ആണ്. നൈട്രിക് ആസിഡ് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് ഇനോർഗാനിക് ഡിപ്പോസിറ്റ്സ് അല്ലെങ്കിൽ മെറ്റൽ കണ്ടാമിനേഷൻ.
ഇനോർഗാനിക് ഡിപ്പോസിറ്റ്സ് അല്ലെങ്കിൽ മെറ്റൽ കണ്ടാമിനേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നൈട്രിക് ആസിഡ്. അപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിറ്റർജൻറ്റ്. രണ്ടാമത്തേത് ക്രോമിക് ആസിഡ്. ക്രോമിക് ആസിഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓർഗാനിക് മാറ്റർ അല്ലെങ്കിൽ ഗ്രീസ് കണ്ടന്റഡ് ആയിട്ടുള്ള ഹൈലി ഹസാർഡസ് ആയിട്ടുള്ള ആ ഒരു സ്റ്റെയിൻസ് ഒക്കെ റിമൂവ് ചെയ്യുന്നത് നമ്മൾ ക്രോമിക് ആസിഡ് വെച്ചിട്ടാണ്. മൂന്നാമത്തേന്ന് പറയുമ്പോൾ നൈട്രിക് ആസിഡ്. നൈട്രിക് ആസിഡ് എന്ന് പറയുമ്പോൾ ഇനോർഗാനിക് ഡിപ്പോസിറ്റ്സും മെറ്റൽ കണ്ടാമിനേഷനും വേണ്ടിയിട്ടാണ് നമ്മൾ നൈട്രിക് ആസിഡ് യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഏജന്റ് എന്ന് പറയുമ്പോൾ HCl, ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് മിനറൽ ഡിപ്പോസിറ്റ്സിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ദെൻ അഞ്ചാമത്തേന്ന് പറയുമ്പോൾ അസറ്റോൺ. അസറ്റോൺ എന്ന് പറയുമ്പോൾ ഓർഗാനിക് സോൾവെന്റ് ആണ്. ഇത് യൂസ് ചെയ്യുന്നത് ഗ്രീസും ഓയിൽ റെസിഡ്യൂസിൻ്റെ ഒക്കെ റിമൂവലിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ ലാസ്റ്റ് നമ്മൾ ഏത് ഏജൻറ്റ് യൂസ് ചെയ്താലും നമ്മൾ ലാസ്റ്റ് ഡിസ്റ്റിൽഡ് വാട്ടർ അല്ലെങ്കിൽ ഡി അയണൈസ്ഡ് വാട്ടറിൽ നമ്മൾ ഫൈനൽ റിൻസ് ചെയ്യും. അത് ഏത് ഏജൻറ്റ്സ് യൂസ് ചെയ്താലും നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടറിൽ നമ്മൾ വാഷ് ചെയ്യും. അപ്പോൾ കോമൺ ആയിട്ടുള്ള കീ പോയിന്റ്സ് എന്ന് പറയുമ്പോൾ ഡിറ്റർജൻ്റ് ആണ് നമ്മൾ റുട്ടീനായിട്ട് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തേന്ന് പറയുമ്പോൾ ക്രോമിക് ആസിഡ്. ക്രോമിക് ആസിഡ് യൂസ് ചെയ്യുന്നത് ഓർഗാനിക് മാറ്റർ അല്ലെങ്കിൽ ഗ്രീസ് ഹൈലി ഹസാർഡസ് ആയിട്ടുള്ള. ദെൻ നൈട്രിക് ആസിഡ്. നൈട്രിക് ആസിഡ് എന്ന് പറയുമ്പോൾ ഇനോർഗാനിക് ഡിപ്പോസിറ്റ്സിനും മെറ്റൽ കണ്ടാമിനേഷനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl നമ്മൾ റിമൂവ് ചെയ്യുന്നത് മിനറൽ ഡിപ്പോസിറ്റ്സിന് വേണ്ടിയിട്ടും അസറ്റോൺ നെക്സ്റ്റ് നമ്മൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രീസും ഓയിലിനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഫൈനൽ നമ്മളുടെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഡിസ്റ്റിൽഡ് വാട്ടർ അല്ലെങ്കിൽ ഡി അയണൈസ്ഡ് വാട്ടറിൽ നമ്മൾ എന്ത് ചെയ്യും, റിൻസ് ചെയ്യും, വാഷ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിലുള്ള ഒരു കീ പോയിന്റ്സ് എന്ന് പറയുമ്പോൾ ഓർത്തിരിക്കേണ്ടതെന്ന് പറയുമ്പോൾ നമ്മൾ റുട്ടീൻ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് റിയേജൻറ്റും പിന്നെ അതേപോലെ തന്നെ ഗ്രീസും ഓർഗാനിക് റെസിഡ്യൂവിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ക്രോമിക് ആസിഡ് സൊല്യൂഷൻ, മിനറൽ ഡിപ്പോസിറ്റ്സിന് HCl, മെറ്റൽ കണ്ടാമിനേഷന് നൈട്രിക് ആസിഡ്, ഓയിൽ അല്ലെങ്കിൽ ഗ്രീസി റെസിഡ്യൂവിന് അസറ്റോൺ. ദെൻ ഫൈനൽ സ്റ്റെപ്പായിട്ട് ഫൈനൽ റിൻസിങ് സ്റ്റെപ്പായിട്ട് നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ MCQs. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ദി മെയിൻ പർപ്പസ് ഓഫ് ക്ലീനിങ് ലബോറട്ടറി ഗ്ലാസ് വെയർ? എന്തുകൊണ്ടിട്ടാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ ലാബിലുള്ള ഗ്ലാസ് വെയേഴ്സ് ക്ലീൻ ചെയ്യുന്നതിൻ്റെ പർപ്പസ് എന്താണ്? അപ്പോൾ നമുക്ക് ആ ഒരു ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ ടു ഇൻക്രീസ് ഇറ്റ്സ് വെയിറ്റ് ഇൻക്രീസ് ചെയ്യാൻ. രണ്ടാമത് ടു ചേഞ്ച് ഇറ്റ്സ് കളർ, ഗ്ലാസ് വെയേഴ്സിന് കളർ ചേഞ്ച് ചെയ്യാൻ. മൂന്നാമത്തേന്ന് പറയുമ്പോൾ ടു റിമൂവ് ഡേർട്ട്, കെമിക്കൽസ് ആൻഡ് കണ്ടാമിനൻസ്, ഡേർട്ട് റിമൂവ് ചെയ്യാൻ, കെമിക്കൽസിനെ റിമൂവ് ചെയ്യാൻ, കണ്ടാമിനൻസ് റിമൂവ് ചെയ്യാൻ. നാലാമത്തേത് ടു മേക്ക് ഇറ്റ് സ്ട്രോങ്ങർ. അപ്പോൾ ഈ ഒരു 4 ഓപ്ഷനിൽ നമ്മൾ മെയിൻ പർപ്പസ് എന്താണ്, ലബോറട്ടറി ഗ്ലാസ് വെയേഴ്സ് നമ്മൾ എന്തിനാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത്? അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ ടു റിമൂവ് ഡേർട്ട്, കെമിക്കൽസ് ആൻഡ് കണ്ടാമിനേറ്റ്സ്. അപ്പോൾ നമ്മൾ പരമാവധി നമ്മൾ ഗ്ലാസ് വെയേഴ്സ് എല്ലാം യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്യുന്നതിൻ്റെ പർപ്പസ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊസീജിയർ വഴി എന്തെങ്കിലും ഡേർട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാവും. ചിലപ്പോൾ കെമിക്കൽസ് നമ്മൾ എടുക്കുന്ന ഗ്ലാസ് വെയേഴ്സിൽ അതിൻ്റെ റെസിഡ്യൂസ് പ്രസൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ കണ്ടാമിനൻസ് പ്രസൻ്റ് ആയിരിക്കാം. അപ്പോൾ ഇതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ടും എന്ത് ചെയ്യുന്നത്, ഗ്ലാസ് വെയേഴ്സ് ക്ലീൻ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ വിച്ച് ഈസ് കോമൺലി യൂസ്ഡ് ഫോർ ക്ലീനിങ് ലബോറട്ടറി ഗ്ലാസ് വെയേഴ്സ്. ഇതിൽ എന്താണ് നമ്മൾ മെയിനായിട്ട് കോമൺ ആയിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി ലബോറട്ടറി ഗ്ലാസ് വെയേഴ്സ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? അതിൽ ഒന്നാമത്തെ ഓപ്ഷനാണ് ഓയിൽ, 2 ലബോറട്ടറി ഡിറ്റർജൻറ്റ്, 3 ആൽക്കഹോൾ, ലാസ്റ്റ് 1 സോഡിയം ക്ലോറൈഡ്. അപ്പോൾ ഇതിൽ എന്താണ് കോമൺ ആയിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലാബിൽ ഗ്ലാസ് വെയേഴ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ലബോറട്ടറി ഡിറ്റർജൻ്റ് ആണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ MCQ ട്രിക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, ലബോറട്ടറി ഡിറ്റർജൻ്റ് ആണ് കോമൺ ആയിട്ട് നമ്മൾ ഗ്ലാസ് വെയേഴ്സ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് MCQ എന്ന് പറയുമ്പോൾ വിച്ച് എക്യുപ്മെൻറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ദി ക്ലീനിങ് ഓഫ് നാരോ ഗ്ലാസ് വെയേഴ്സ് സച്ച് ആസ് ടെസ്റ്റ് ട്യൂബ്. ഇപ്പം നാരോ ആയിട്ട് വരുന്ന ഗ്ലാസ് വെയേഴ്സ് നമ്മളുടെ ടെസ്റ്റ് ട്യൂബ് ഒക്കെ നമ്മൾ എങ്ങനെയാണ്
വാഷ് ചെയ്യുന്നത് അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുന്നത്? എന്ത് വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്? അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് തന്നിരിക്കുന്നത് ഫോർസെപ്സ്, പിപ്പറ്റ്, ഗ്ലാസ് വെയർ ക്ലീനിങ് ബ്രഷ്, സ്പാച്ചുല. അപ്പോൾ ഈ ടെസ്റ്റ് ട്യൂബ്സ് ഒക്കെ എന്ന് പറയുമ്പോൾ നാരോ ആയിരിക്കും, അവരുടെ സൈസൊക്കെ നാരോ ആയിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ്, ഇതിലേത് എക്യുപ്മെൻറ്റ്സ് വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നതെന്ന്? അപ്പോൾ അതിൽ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് ഗ്ലാസ് വെയേഴ്സ് ക്ലീൻ ചെയ്യുന്നത്, ആ ഒരു നാരോ ടെസ്റ്റ് ട്യൂബൊക്കെ ക്ലീൻ ചെയ്യുന്നത് ബ്രഷ് വെച്ചിട്ടാണ്. അപ്പോൾ ആ ഒരു ബ്രഷ് നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗ്ലാസ് വെയേഴ്സ് ആയിട്ടുള്ള ടെസ്റ്റ് ട്യൂബ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ വാഷ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ വാട്ട് ഷുഡ് ബി ഡൺ വിത്ത് ചിപ്ഡ് ഓർ ബ്രോക്കൺ ലബോറട്ടറി ഗ്ലാസ് വെയേഴ്സ്? ഇപ്പോൾ നമ്മളുടെ ഗ്ലാസ് വെയേഴ്സ് ഇപ്പോൾ കോമൺ ആയിട്ട് നമ്മളെ ലാബിൽ വരുന്നതാണ്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഗ്ലാസ് വെയർ ബ്രേക്ക് ആവാനായിട്ട് ചാൻസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ബ്രേക്ക് ആവുമ്പോൾ നമ്മൾ എന്താണ് ആ ഒരു ഗ്ലാസ് വെയേഴ്സിന് ചെയ്യുന്നത്? ബ്രോക്കൺ ഗ്ലാസ് വെയേഴ്സ് നമ്മൾ ഫർദർ എന്താണ് ചെയ്യുന്നത്? ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് കണ്ടിന്യൂ യൂസിങ് ഇറ്റ്സ് കെയർഫുള്ളി, ആ ബ്രോക്കൺ ആയിട്ടുള്ള ആ ഒരു ഗ്ലാസ് വെയർ നമ്മൾ കണ്ടിന്യൂലി നമ്മൾ എന്ത് ചെയ്യും, യൂസ് ചെയ്യും കെയർഫുള്ളായിട്ട്. രണ്ടാമത്തേന്ന് പറയുമ്പോൾ റിപ്പയർ ഇറ്റ് വിത്ത് ടേപ്പ്, ഇപ്പോൾ ബ്രോക്കൺ ആയിട്ടുള്ള ഏരിയ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ റിപ്പയർ ചെയ്യാം. മൂന്നാമത്തേന്ന് പറയുമ്പോൾ വാഷ് ആൻഡ് റീയൂസ് ഇറ്റ്, അത് നമുക്ക് വാഷ് ചെയ്ത് വീണ്ടും റീയൂസ് ചെയ്യാം. ലാസ്റ്റ് വൺ ഡിസ്കാർഡ് ഇറ്റ് സേഫ്ലി ഇൻ ദി ഡെസിഗ്നേറ്റഡ് ഗ്ലാസ് വേസ്റ്റ് കണ്ടെയ്നർ. ലാസ്റ്റ് എന്ന് പറയുമ്പോൾ അത് ഡിസ്കാർഡ് ചെയ്യുക സേഫായിട്ട്. നമുക്ക് ഗ്ലാസ് വേസ്റ്റ് കണ്ടെയ്നേഴ്സ് ഉണ്ട്, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഗ്ലാസ് വേസ്റ്റ് കണ്ടെയ്നേഴ്സിൽ സേഫായിട്ട് ഡിസ്കാർഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ബ്രോക്കൺ ഗ്ലാസ് വെയേഴ്സ് ഒരിക്കലും നമ്മൾ അത് റീയൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് റിപ്പയർ ചെയ്ത് യൂസ് ചെയ്യുകയോ ഒന്നും ചെയ്യരുത്. അത് നമ്മൾ സേഫായിട്ട് തന്നെ എന്ത് ചെയ്യണം, ഡിസ്കാർഡ് ചെയ്യണം. ഡിസ്കാർഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ബയോമെഡിക്കൽ വേസ്റ്റ് കണ്ടെയ്നേഴ്സ് ഉണ്ട്, ആ ഒരു കണ്ടെയ്നേഴ്സിൽ തന്നെ നമ്മൾ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക, ഡിസ്കാർഡ് ചെയ്യുക. ഒരിക്കലും ബ്രോക്കൺ ആയിട്ടുള്ള ഗ്ലാസ് വെയേഴ്സ് യൂസ് ചെയ്ത് അത് നമുക്ക് ഹസാർഡ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ്, വാട്ട് ഷുഡ് ബി ഡൺ ബിഫോർ യൂസിങ് ന്യൂ ഗ്ലാസ് വെയർ ഫോർ മൈക്രോബയോളജിക്കൽ വർക്ക്? ഇപ്പോൾ മൈക്രോബയോളജി ലാബിൽ നമ്മൾ ഒരു പുതിയ ഒരു ഗ്ലാസ് വെയർ എടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണത് ബിഫോർ യൂസ് ചെയ്യുന്നത്, അത് എന്താണ് നമ്മൾ ചെയ്യുന്നത്? മൈക്രോബയോളജി ലാബിലാണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് പെയിൻറ്റ് ഇറ്റ്, ഫ്രീസ് ഇറ്റ്, സ്റ്റെറിലൈറ്റ് ഇറ്റ് വെൻ റിക്വയർഡ്, ആഡ് ഡിറ്റർജൻറ്റ്. അപ്പോൾ നമുക്കിങ്ങനെ 4 ഓപ്ഷൻസിലായിട്ടാണ് കൊടുത്തേക്കുന്നത്. പെയിൻറ്റ് ഇറ്റ്, ഫ്രീസ് ഇറ്റ്, സ്റ്റെറിലൈസ് ഇറ്റ്, വെൻ ഇറ്റ് റിക്വയർഡ്, ആഡ് ഡിറ്റർജൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ മൈക്രോബയോളജി ലാബിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഏത് ഗ്ലാസ് വെയേഴ്സ് എടുത്താലും അത് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്തിട്ടേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ, അതെന്ത് പ്രൊസീജിയർ ചെയ്യുമ്പോഴാണെങ്കിലും. കാര്യം നമ്മൾ വാങ്ങിക്കുന്ന ഗ്ലാസ് വെയേഴ്സിൽ ചിലപ്പം ഇമ്പ്യൂരിറ്റീസ് എന്തെങ്കിലും പ്രസൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ മൈക്രോബയോളജി ലാബിൽ നമ്മളുടെ പുതിയതായിട്ട് വരുന്ന ഗ്ലാസ് വെയേഴ്സ് ആണെങ്കിലും യൂസ്ഡ് ഗ്ലാസ് വെയേഴ്സ് ആണെങ്കിലും നമ്മൾ എഗെയിൻ യൂസ് ചെയ്യുമ്പോൾ സ്റ്റെറിലൈസ് ചെയ്തിട്ടായിരിക്കും യൂസ് ചെയ്യാറുള്ളത്. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ വിച്ച് ഓഫ് ദി ഫോളോയിങ് മേ ബി പ്രസൻറ്റ് ഓൺ ന്യൂലി മാനുഫാക്ചർഡ് ഗ്ലാസ് വെയർ? പുതിയതായിട്ട് മാനുഫാക്ചർ ചെയ്ത ഗ്ലാസ് വെയറിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, എന്തൊക്കെയായിരിക്കും അതിൽ പ്രസൻ്റ് ആയിട്ട് ഇരിക്കുന്നത്? ഓക്കെ, അതിൽ ഓപ്ഷൻസ് ആയിട്ട് ബ്ലഡ് സെൽസ്, ഡസ്റ്റ്, ഗ്രീസ് ആൻഡ് മാനുഫാക്ചറിങ് റെസിഡ്യൂസ്, ബാക്ടീരിയ ഓൺലി, ആൻറ്റികോയാഗുലൻറ്റ്. അപ്പോൾ ഈ 4 ഓപ്ഷൻസിൽ നമുക്ക് പുതിയതായിട്ട് മാനുഫാക്ചർ ചെയ്ത ഗ്ലാസ് വെയേഴ്സിൽ കോമൺ ആയിട്ട് കാണുന്നതെന്ന് വെച്ചാൽ ഡസ്റ്റ്, ഗ്രീസ്, മാനുഫാക്ചറിങ് റെസിഡ്യൂസ്. ഇപ്പോൾ ഡസ്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടായിരിക്കും, മാനുഫാക്ചറിങ് പ്രോസസ്സ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ റെസിഡ്യൂസ് കാണാനായിട്ട് ചാൻസ് ഉണ്ടാവും. നെക്സ്റ്റ്, ക്രോമിക് ആസിഡ് സൊല്യൂഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ക്രോമിക് ആസിഡ് സൊല്യൂഷൻ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, ട്രഡീഷണലി എന്തിനായിരുന്നു യൂസ് ചെയ്തിരുന്നത്? ഒന്നാമത്തേത് സ്റ്റെറിലൈസേഷൻ ഓഫ് ഗ്ലൗസ്, 2 ക്ലീനിങ് ലബോറട്ടറി ഗ്ലാസ് വെയേഴ്സ്, സ്റ്റെയിനിങ് ബ്ലഡ് സെൽസ്, പ്രിസർവിങ് സ്പെസിമെൻസ്. അപ്പോൾ ക്രോമിക് ആസിഡ് സൊല്യൂഷൻ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ലബോറട്ടറി ഗ്ലാസ് വെയേഴ്സിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാറുള്ളത്. നെക്സ്റ്റ് MCQ, ക്രോമിക് ആസിഡ് സൊല്യൂഷൻ മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? അപ്പോൾ ഓപ്ഷൻസ് ആയിട്ട് നമുക്ക് വാട്ടർ, ഗ്രീസ് ആൻഡ് ഓർഗാനിക് റെസിഡ്യൂ, സോൾട്ട് ഓൺലി, ദെൻ മെറ്റൽസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രോമിക് ആസിഡ് സൊല്യൂഷൻ യൂസ് ചെയ്യുന്നത് ഗ്രീസും ഓർഗാനിക് റെസിഡ്യൂസും റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
നമ്മൾ ക്രോമിക് ആസിഡ് സൊല്യൂഷൻ മെയിനായിട്ട് യൂസ് ചെയ്യാറുള്ളത്. നെക്സ്റ്റ്, ക്രോമിക് ആസിഡ് സൊല്യൂഷനിൽ എന്താണ് സ്ട്രോങ് ആയിട്ട് ഉണ്ടാവുന്ന പ്രോപ്പർട്ടീസ്, എന്താണ് അതിൻ്റെ പ്രോപ്പർട്ടീസ്? അതിൽ നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് വരുന്നത് റെഡ്യൂസിങ് പ്രോപ്പർട്ടീസ്, ബഫറിംഗ് പ്രോപ്പർട്ടീസ്, ഓക്സിഡൈസിങ് പ്രോപ്പർട്ടീസ്, ആൻറ്റി കോയാഗുലന്റ് പ്രോപ്പർട്ടീസ്. ക്രോമിക് ആസിഡ് സൊല്യൂഷനിൽ മെയിൻ ആയിട്ട് വരുന്നത് ഓക്സിഡൈസിങ് പ്രോപ്പർട്ടീസ് ആണ്. ഓക്സിഡൈസിങ് പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ടിട്ടാണ് ഗ്രീസ് ഒക്കെ ഈസിലി റിമൂവ് ആയി പോകുന്നത്. Next, which chemical is traditionally used along with concentrated sulfuric acid to prepare chromic acid cleaning solution? ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നമ്മൾ ട്രഡീഷണലി ഏത് കെമിക്കലാണ് ക്രോമിക് ആസിഡ് സൊല്യൂഷനിൽ യൂസ് ചെയ്തിരുന്നത്? ഓപ്ഷൻസ് ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ സോഡിയം ക്ലോറൈഡ്, കാൽസ്യം കാർബണേറ്റ്, പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, സോഡിയം ബൈകാർബണേറ്റ്. ഇപ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആണ് നമുക്ക് ആ ഒരു ട്രഡീഷണലി യൂസ് ചെയ്തിരുന്ന കെമിക്കൽ ക്രോമിക് ആസിഡിൽ. അപ്പോൾ പൊട്ടാസ്യം ഡൈക്രോമേറ്റിൻ്റെ ആ ഒരു ഹെൽപ്പോട് കൂടിയിട്ടാണ് ഇമ്പ്യൂരിറ്റീസ് റിമൂവ് ആയി പോകുന്നത്. നെക്സ്റ്റ്, വൈ ഈസ് ക്രോമിക് ആസിഡ് സൊല്യൂഷൻ ഹസാർഡസ് ഇൻ ദി ലബോറട്ടറി? എന്തുകൊണ്ടിട്ടാണ് ക്രോമിക് ആസിഡ് ഹസാർഡസ് ആയിട്ട് നമ്മളെ ലബോറട്ടറിയിൽ പറയുന്നത്? ഓക്കെ, ഓപ്ഷൻസ് ആയിട്ട് വരുന്നതെന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് harmless to the skin, it evaporates rapidly, it is highly corrosive and contain hazardous chromium compounds, it is only mildly irritating. അപ്പോൾ നമുക്കറിയാം ക്രോമിക് ആസിഡിൽ എന്തുണ്ടായിരിക്കും? ക്രോമിയം കോമ്പൗണ്ട്സ് ഉണ്ടായിരിക്കും. ക്രോമിയം കോമ്പൗണ്ട്സിൻ്റെ ആ ഒരു ഫങ്ഷൻ എന്ന് പറയുമ്പോൾ ഹൈലി കൊറോസീവ് ആയിരിക്കും, നമുക്കത് കൊറോസീവായിട്ട് കാണിക്കും. അതുകൊണ്ടിട്ടാണ് ഈ ഒരു ഹസാർഡസ് ആയിട്ട് ആ ഒരു ലബോറട്ടറിയിൽ ക്രോമിക് ആസിഡ് സൊല്യൂഷനെ ഹസാർഡസ് ആണെന്ന് പറയുന്നത്. അത് ഹൈലി കൊറോസീവ് ആണ്. അതേപോലെ തന്നെ നമുക്ക് ആ ഒരു പേഴ്സൺസിന് എന്തായിരിക്കും ഹസാർഡസ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ ക്രോമിയം കോമ്പൗണ്ട്സ് പ്രസൻ്റ് ആയത് കൊണ്ടിട്ടാണ്. നെക്സ്റ്റ് MCQ എന്ന് പറയുമ്പോൾ വിച്ച് ഈസ് എ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഏജന്റ് ഫോർ റുട്ടീൻ ക്ലീനിങ് ഓഫ് ലബോറട്ടറി ഗ്ലാസ്വെയർ? ഇതിൽ തന്നിരിക്കുന്ന ഓപ്ഷനിൽ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഏജന്റ് ഏതാണ്? 1 അസറ്റോൺ, 2 നൈട്രിക് ആസിഡ്, 3 ഡിറ്റർജൻറ്റ്, ലാസ്റ്റ് ക്രോമിക് ആസിഡ്. അപ്പോൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ലബോറട്ടറി ഗ്ലാസ്വെയർസിൻ്റെ ക്ലീനിങ്ങിന് യൂസ് ചെയ്യുന്നത് ഡിറ്റർജൻ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. നെക്സ്റ്റ്, വിച്ച് ക്ലീനിങ് ഏജന്റ് ഈസ് ട്രഡീഷണലി യൂസ് ടു റിമൂവ് stubborn organic matter and grease? ഇപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നമുക്ക് സോഡിയം ക്ലോറൈഡ്, ക്രോമിക് ആസിഡ്, ഡിസ്റ്റിൽഡ് വാട്ടർ, HCl. ഇതിലേതാണ് നമ്മൾ ഗ്രീസും ഓർഗാനിക് മാറ്റേണും റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രഡീഷണലി യൂസ് ചെയ്യുന്നത്? ക്രോമിക് ആസിഡ് ആണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഓർഗാനിക് മാറ്റേണും ഗ്രീസിനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ക്രോമിക് ആസിഡ് ആണ്. ക്രോമിക് ആസിഡിൽ ക്രോമിയം കോമ്പൗണ്ട്സ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് റിമൂവ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഏജന്റ് ഈസ് യൂസ്ഫുൾ ഫോർ റിമൂവിങ് മിനറൽ ഡിപ്പോസിറ്റ് ഫ്രം ഗ്ലാസ്വെയർസ്? ഇതിൽ ഏത് ഏജന്റ് ആണ് നമുക്ക് മിനറൽ ഡിപ്പോസിറ്റ് റിമൂവ് ചെയ്യുന്നത്? അസറ്റോൺ, ഡിറ്റർജൻറ്റ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, സോഡിയം ക്ലോറൈഡ്. ഇതിൽ HCl ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ആ ഒരു മിനറൽ ഡിപ്പോസിറ്റ് ഗ്ലാസ്വെയർസിൻ്റെ മിനറൽ ഡിപ്പോസിറ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഏജന്റ് ക്യാൻ ബി യൂസ് ടു റിമൂവ് ഓയിൽ ഓർ ഗ്രീസി റെസിഡ്യൂ? ഓയിലും ഗ്രീസി റെസിഡ്യൂം ഏതാണ് യൂസ് ചെയ്യുന്നത്? അതിലെന്ന് പറയുമ്പോൾ ഓപ്ഷൻസ് ആയിട്ട് അസറ്റോൺ, ഡിസ്റ്റിൽഡ് വാട്ടർ, സോഡിയം ക്ലോറൈഡ്, HCl. അപ്പോൾ ഇതിൽ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് അസറ്റോൺ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും MCQs ആണ് നമ്മളുടെ ക്ലീനിങ് ഓഫ് ഗ്ലാസ്വെയർസിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈസി ട്രിക്കായിട്ട് ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെ കാര്യം നമ്മൾ ഓർത്തിരിക്കണമെന്ന്. അപ്പോൾ നമ്മളുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത്രയും MCQs ആണ് വരുന്നത്. ഓക്കെ, താങ്ക് യു.